തൃശൂർ കൊരട്ടെ ഖന്ന നഗറിൽ ഭാര്യയെ വെട്ടിക്കൊന്ന ഭർത്താവ് ആത്മഹത്യ ചെയ്തു. രാവിലെ 6 മണിയോടെയാണ് സംഭവം. തടയാൻ ശ്രമിച്ച 2 മക്കൾക്കും പരിക്കേറ്റു. തിയോഫിനുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. തിയോഫിൻ, എന്താണ് സംഭവിച്ചത്? എന്താണ് ഉണ്ടായത്? എന്ത് സാഹചര്യത്തിലാണ് ഈ ഭാര്യയെ കൊലപ്പെടുത്തേണ്ടി വന്നത്? പിന്നീട് ആദ്യം ഭാര്യയെ വെട്ടിക്കൊന്നു എന്ന വാർത്തയായിരുന്നു വന്നത്. പിന്നീടാണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തു എന്ന വിവരങ്ങളും പുറത്തുവരുന്നത്. എന്താണ് സ്ഥിതി? കീർത്തി, അല്പം മുൻപാണ് ഭർത്താവ് ബിനുവിനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് നിഗമനം. കൊരട്ടി ഖന്നാനഗറിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊരട്ടി റെയിൽവേ സ്റ്റേഷന് സമീപമാണ് റെയിൽവേ ട്രാക്കിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ ബിനുവിനെ അല്പം മുൻപ് കണ്ടെത്തിയത്. ഖന്നാനഗറിൽ വീട്ടിൽ വെച്ചാണ് സംഭവം. ഇവരുടെ വീട്ടിൽ, കൊഴുപ്പുള്ളി വീട്ടിൽ ബിനുവാണ് ഭാര്യയെ ഷീജയെ രാവിലെ 6 മണിയോടെ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. വീട്ടിൽ കിടന്നുറങ്ങിയിരുന്ന കുട്ടികൾ ഈ 6:30 ഇവരുടെ വീടിന് സമീപം ഒരു കുടുംബക്ഷേത്രമുണ്ട്. ഈ കുടുംബക്ഷേത്രത്തിലേക്ക് കുട്ടികൾ രണ്ടുപേരും പരിക്കേറ്റ് രക്തത്തിൽ കുടിച്ച് ഓടിയെത്തുന്നത് കണ്ട് അയൽവാസികൾ ചോദിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത്. കുട്ടികളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും നാട്ടുകാർ വീട്ടിലെത്തി നോക്കിയപ്പോൾ ഷീജ വെട്ടേറ്റ് മരിച്ച നിലയിൽ ഷീജയെ കണ്ടെത്തുകയുമായിരുന്നു. ഇതിനിടെ ബിനു ഓടി രക്ഷപ്പെടുകയും ചെയ്തു. മക്കളായ അനുഗ്രഹ, 5 വയസ്സുള്ള അനുഗ്രഹ, 11 വയസ്സുള്ള അഭിനവ്, ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഈ അമ്മയെ ആക്രമിക്കുന്നത് തടയുന്നതിനിടെ പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ അഭിനവ് കൊരട്ടിക്കടുത്ത് തന്നെ കറുകുറ്റി ഭാഗത്തുള്ള അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അനുഗ്രഹ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലും ചികിത്സയിലാണ്. കുടുംബ വഴക്കാണ് ഈ കൊലപാതകത്തിന് കാരണം എന്നാണ് നിഗമനം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടത് ബിനുവിൽ നിന്നുമായിരുന്നു. പക്ഷേ ഈ സംഭവം ഉണ്ടായ ഉടൻ തന്നെ വീട്ടിൽ നിന്നും ഓടിപ്പോയ ബിനുവിനെ അല്പസമയം മുൻപ് കൊരട്ടിക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇത്രയുമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശത്തുള്ളവരൊക്കെ പറയുന്നത് എന്താണ്? ഈ കുടുംബ വഴക്കാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇതിനു മുൻപും ഇത്തരത്തിൽ ആ വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടാകുകയും ഇത്തരം ഭാര്യയെ പരിക്കേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? അത്തരം കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഈ സംഭവം അയൽവാസികൾ അറിയുന്നത് രാവിലെയാണ്. കുട്ടികൾ രക്തത്തിൽ കുളിച്ച് ഈ ക്ഷേത്രത്തിന് സമീപത്തേക്ക് ഓടിയപ്പോഴാണ് തൊട്ടടുത്തുള്ള വീട്ടിലുള്ളവർ വിവരം അറിയുന്നത്. എന്നാൽ പതിവായ വഴക്കുണ്ടോ എന്ന കാര്യമൊന്നും നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. അയൽവാസിയായ ഒരാൾ തന്നെ നമ്മളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കുട്ടികൾ ഓടി വരുന്നത് കണ്ടാണ് ഇവർ ഈ രക്തത്തിൽ കുളിച്ച് ഓടി വരുന്നത്. കുട്ടികളോട് പെട്ടെന്ന് വിവരം അന്വേഷിക്കുകയും കുട്ടികളെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. രണ്ടുപേർക്കും വളരെ പെട്ടെന്ന് കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്തത്. അതിനുശേഷമാണ് മറ്റുള്ളവർ വീട്ടിലേക്ക് എത്തിയത്. അമ്മയെ അച്ഛൻ വെട്ടി എന്ന് പറഞ്ഞു. ഇത് കേട്ടാണ് അവർ മറ്റുള്ളവർ, അതായത് കുട്ടികളെ ഏതാനും പേർ ചേർന്ന് കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും മറ്റൊന്ന് 2 പേർ ചേർന്ന് വീട്ടിലേക്ക് ഓടിയെത്തുകയും ചെയ്തു. ഇതിനിടയിൽ ബിനു ഓടി രക്ഷപ്പെടുകയും. ശരി, തിയോഫിനാണ് ആ വിവരങ്ങൾ നൽകിയത്.